ഒരു കാര്യം ചെയ്യാവൂലേ, അമ്മ എടുത്ത് പറഞ്ഞിട്ടൊരു പർദ്ദ വാങ്ങിച്ചായോ, ഞാൻ അതിട്ടുകൊണ്ട് നടക്കാം. അതാകുമ്പോൾ അമ്മയ്ക്ക് സന്തോഷമാവല്ലോ. അമ്മയുടെ പുന്നാരമോൻ അതിനെ വേണ്ടെന്ന് എനിക്കറിയാം. എടീ, ഇന്ന് വരെ നീ ഇടുന്ന ഏതെങ്കിലും ഡ്രസ്സിൻ്റെ കാര്യത്തിൽ മോശമായിട്ട് ഞാൻ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ? നിനക്ക് കംഫർട്ടായിട്ട് തോന്നുന്ന ഏത് ഡ്രസ്സും നിനക്കിടാം, അതിലൊന്നും ഞാൻ കൈകടത്താൻ വരില്ല. പിന്നെ അമ്മയുടെ കാര്യം, അവരൊക്കെ ആ സാഹചര്യത്തിൽ വളർന്നു വന്നവരാണ്. പെട്ടെന്നൊന്നും അവരുടെ സ്വഭാവം മാറില്ല. മാറൂടി, സമയമെടുക്കും. ഇത് ഞാൻ ഇന്നും ഇന്നലെ അനുഭവിക്കാൻ തുടങ്ങിയതല്ല, കെട്ടിക്കയറി വന്നതിൻ്റെ പിറ്റേന്ന് തൊട്ട് തുടങ്ങിയതാ. പഠിക്കാൻ പാടില്ല, ഒന്ന് കോളേജിൽ പോയിക്കൂടാ, എൻ്റെ 2 ഫ്രണ്ട്സ് ഇങ്ങോട്ട് വന്നുകൂടാ. സത്യം പറയാവൂലേ, അമ്മ സമ്മതിച്ചിട്ട് തന്നെയാണ് ഈ കല്യാണം നടന്നത്. ഇതൊക്കെ ഞാൻ മുമ്പേ പറഞ്ഞിട്ടുള്ളതല്ലേ. നിന്റെ ഫോട്ടോ കണ്ടപ്പോൾ ആദ്യം ഇഷ്ടപ്പെട്ടത് അമ്മയ്ക്കാ. എല്ലാം പറഞ്ഞ് നമുക്ക് ശരിയാക്കാം. ഇങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ വീട്ടിൽ നിൽക്കാൻ ബുദ്ധിമുട്ടാണ് രാവിലെ. ഞാൻ എൻ്റെ വീട്ടിൽ പോവാം. അവിടെ അമ്മ എന്നെ ആരും ഇങ്ങനെ അടച്ചിടാനില്ല. ഇനി നിനക്ക് എന്നെ വേണമെന്നാണെങ്കിൽ എൻ്റെ കൂടെ എൻ്റെ വീട്ടിൽ പോകും. ഞാൻ പോവാറാവൂലേ, നിനക്കെൻ്റെ വീട്ടിലേക്കുള്ള വഴിയൊക്കെ അറിയാലോ. മോളി രാത്രി അവിടെ പോകുന്നു? ഞാൻ വീട് വരെ പോയിട്ട് വരച്ചാ. മോളുടെ വിഷമം എനിക്ക് മനസ്സിലാവും. ഒരു തരത്തിൽ ഇതിന് കാരണക്കാരൻ ഞാനാണ്. ഈ വീട് നടക്കുന്ന എങ്ങനെ നിങ്ങൾക്കറിയോ? ജോലി ചെയ്ത് കുറച്ച് കാശ് ഒന്നും വെച്ചിട്ട് ഗൃഹനാഥനാവില്ല. മോൾക്കറിയോ, അവളുടെ 17ാമത്തെ വയസ്സിൽ ഞാൻ അവളെ കല്യാണം കഴിക്കുന്നത്. അന്ന് അവൾ നന്നായിട്ട് പഠിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ കല്യാണത്തിന് ശേഷം അവളെ പഠിക്കാനൊന്നും വിട്ടില്ല. അതിൻ്റെ ദേഷ്യം അവൾക്ക് എന്നോട് നന്നായിട്ടുണ്ട്. പിന്നെ അവളിതൊന്നും കളഞ്ഞിട്ട് പോയിരിക്കുന്നത് അവളുടെ വീട്ടുകാരെയും ബന്ധുക്കളെ ആലോചിച്ചിട്ട് മാത്രം. ഇപ്പോൾ അവൾക്ക് കിട്ടാതിരിക്കുന്ന ജീവിതം അവൾക്ക് കിട്ടുന്ന കാണുമ്പോൾ അവൾക്ക് ചിലപ്പോൾ അത് അംഗീകരിക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല. മോളത് മനസ്സിലാക്കണം. മോൾക്ക് ഇത്തിരി പഠിപ്പും വരെയൊക്കെ ഉള്ളതല്ലേ, മോൾക്കത് മനസ്സിലാവും. മോളിത്തിൻ്റെ പേരിൽ ഇവിടുന്ന് പോകരുത്. അച്ഛൻ അവളോട് സംസാരിക്കാം. ഞാൻ പോണില്ല. അമ്മയ്ക്ക് എന്നോട് ദേഷ്യമാണ്. എനിക്കെന്തിനാ നിന്നോട് ദേഷ്യം? എനിക്കാരോടും ദേഷ്യമൊന്നുമില്ല. ഞാൻ ചെയ്യാം, അമ്മ മാറി. നിനക്കിത് പഠിക്കാനൊന്നുമില്ലേ? പോയി പഠി. പഠിച്ചോളാം അമ്മ, താ, ഞാൻ ചെയ്തോളാം.